സ്റ്റോറി ശിവ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. പുനർവിവാഹം. കല്യാണി ഓടിച്ചെന്ന് ശ്രീധരന്റെ അരികിലേക്കിരുന്നു. ശ്രീധരൻ കൈകൾ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഭയം കൊണ്ട് അവളുടെ ശരീരം ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാജേഷ് കല്യാണിക്ക് പിന്നാലെ മുറിയിലേക്ക് കയറി വന്നു. ആ അമ്മാവാ, അമ്മാവന് സുഖം തന്നെയല്ലേ? ചോദ്യത്തിനൊപ്പം ഒരു കളിയാക്കിച്ചിരി കൂടി രാജേഷിന്റെ മുഖത്ത് നിറഞ്ഞു. ഇറങ്ങിപ്പോടാ പട്ടി എൻ്റെ വീട്ടിൽ നിന്ന്, ശ്രീധരൻ ദേഷ്യത്തോടെ അലറി. അതോടെ രാജേഷിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. കേടന്ന അലറാതെ കളവാ, തന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവളെ എനിക്ക് കെട്ടിച്ചു തരാൻ. അപ്പൊ തനിക്ക് എന്നെ പുച്ഛം. എന്നിട്ട് ഭൂലോക ഉടായ്പായ ഒരുത്തിന് അവന്റെ കാശ് കണ്ടുകൊണ്ട് ഇവളെ കെട്ടിച്ചു കൊടുത്തു. അവസാനം എന്തായി? ഇവളെ ഇട്ടിട്ടാവും പോയില്ലേ? അല്ലെങ്കിലും താനിക്കത് വേണം. തൻ്റെ അഹങ്കാരം കൊണ്ട് വരുത്തി വെച്ചതല്ലേ താനിതൊക്കെ. കല്യാണിയുടെ അടുത്തേക്ക് 2 സ്റ്റെപ്പ് വെച്ച് ചെന്ന ശേഷം രാജേഷ് തുടർന്നു. എന്തായാലും താനിവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ല എന്ന് വെച്ച് കുഞ്ഞിലെ മുതൽ ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന ഇവളെ എനിക്കങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ ഒരു രാത്രിയിലേക്കെങ്കിലും എനിക്കിവളെ വേണം. അതും പറഞ്ഞ് രാജേഷ് കല്യാണിയുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു. കല്യാണി കുതറി മാറാൻ ശ്രമിച്ചു നോക്കി. വിടറ പട്ടി എൻ്റെ മോളെ, ശ്രീധരൻ അലറിക്കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ തനിക്കതിന് കഴിയില്ല എന്ന സത്യം അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്. നിസ്സഹായതയോടെ നിറകണ്ണുകളോടെ അയാൾ കല്യാണിയുടെ നേർക്ക് നോക്കി. അത് കണ്ടതും അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. രാജേഷ് ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈ അല്പം അയച്ചതും കല്യാണി പെട്ടെന്ന് കുതറിക്കൊണ്ട് അവരെ തള്ളി മാറ്റി പുറത്തേക്കോടി. ഹാളിലെ സോഫയിൽ ഇരുന്നിരുന്ന ജോഷിയും സുധിയും ചാടി എഴുന്നേറ്റ് പിന്നാലെ ഓടാൻ തുടങ്ങിയതും മുറിവിട്ടിറങ്ങി വന്ന രാജേഷ് അവരെ തടഞ്ഞു. വെറുതെ വയ്ക്കല്ലേടെ മക്കളെ, അവൾ എങ്ങോട്ട് ഓടിയതാന്ന് എനിക്കറിയാം. അതിനു വേണ്ടി തന്നെയാ ഞാൻ പിടിവിട്ട് കൊടുത്തതും. രാജേഷ് പറഞ്ഞത് കേട്ട് സുധിയും ജോഷിയും പരസ്പരം ഒന്ന് നോക്കി. അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായതേയില്ല. കല്യാണി ഓടിയത് മീനാക്ഷിയമ്മയുടെ വീട്ടിലേക്കായിരുന്നു. മുറ്റം കടന്ന് വേഗത്തിൽ സ്റ്റെപ്പുകൾ ഓടിക്കയറി ഉമ്മർവാതിലിൽ അവൾ തട്ടി വിളിച്ചു. അതിനിടയിൽ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഒച്ച കേട്ടുകൊണ്ട് മീനാക്ഷിയമ്മ വന്ന് വാതിൽ തുറന്നു. കാർത്തിയാണെങ്കിൽ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. പേടിച്ചരണ്ട് നിൽക്കുന്ന കല്യാണിയെ കണ്ടതും മീനാക്ഷിയമ്മയും ആകെ ഭയന്നു പോയി. എന്താ മോളെ, എന്തു പറ്റി? വെപ്രാളത്തോടെ അവർ ചോദിച്ചു. അടുത്ത നിമിഷം കല്യാണി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്താ എന്താ പ്രശ്നം? ശബ്ദം കേട്ട കാശിനാഥൻ കട്ടിലിൽ കിടന്നുകൊണ്ട് ചോദിച്ചു. മീനാക്ഷിയമ്മ കല്യാണിയുമായി ഹാളിലെ സോഫയിൽ ചെന്നിരുന്നു. മോളെ, കരയാതെ കാര്യം പറ. ശ്രീധരന് എന്തെങ്കിലും? ഉള്ളിലെ ആദ്യം മറച്ചു വയ്ക്കാതെ മീനാക്ഷിയമ്മ ചോദിച്ചു. കാശിനാഥനും ഹാളിലേക്ക് നോക്കി അവർ പറയുന്നത് ശ്രദ്ധിച്ചു കിടക്കുവാണ്. കല്യാണി എന്തോ പറയാൻ തുടങ്ങിയതും വാതിക്കലായി രാജേഷും സുധിയും ജോഷിയും നിൽക്കുന്നത് കണ്ടു. കതക് അടച്ചിട്ടില്ലായിരുന്നു. അവരെ കണ്ടതും കല്യാണി പേടിയോടെ മീനാക്ഷിയുടെ കൈത്തണ്ടയിൽ മുറുക്ക പിടിച്ചു. അതോടെ മീനാക്ഷിയമ്മയ്ക്ക് ഏകദേശം കാര്യം പിടികിട്ടി. രാജേഷ് കല്യാണിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. രാജേഷേ, വേറെ വഴക്കിന് നിൽക്കാതെ നീ പോവാൻ നോക്ക്, മീനാക്ഷിയമ്മ അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. രാജേഷ് എന്ന് കേട്ടതും കാശിനാഥൻ ദേഷ്യത്തോടെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഓ എൻ്റെ മീനാക്ഷിയമ്മ, ഞാൻ ഒരു വഴക്കിനും വന്നല്ല. ഇവള് വെറുതെ എന്നെ കണ്ട് പേടിച്ചോടിയതാന്നേ. അതും പറഞ്ഞുകൊണ്ട് രാജേഷ് അകത്തേക്ക് കയറി. പിന്നാലെ സുധിയും ജോഷിയും കൂടി കയറി. ഡാ രാജേഷേ, കാശിനാഥൻ കട്ടിലിൽ ഇരുന്നുകൊണ്ട് അലറി വിളിച്ചു. രാജേഷ് ഒരു ചിരിയോടെ അവൻ ഇരിക്കുന്നിടത്തേക്ക് നോക്കി. കാശി, നീ വെറുതെ അലറി നിന്റെ തൊണ്ട ഒട്ടിക്കണ്ട. ഇപ്പൊ കാലല്ലേ പോയുള്ളൂ, അടുത്തത് നിന്റെ തലയാവും പോവുക, ഓർത്തോ. രാജേഷ് പറഞ്ഞത് കേട്ട് കാശിനാഥൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരു ശ്രമം നോക്കി. കണ്ടോടാ, ഒരു കാലൊടിഞ്ഞിരുന്നിട്ട് അവൻ്റെ ആ തിളപ്പ് കണ്ടോ? രാജേഷ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് ജോഷിയും സുധിയെയും നോക്കി. അവരും ഒന്ന് ചിരിച്ചു.
ഒരു വിധത്തിൽ കാശിനാഥൻ നിലത്ത് ഒരു കാലിൽ ബാലൻസ് ചെയ്തു നിന്നു. അത് കണ്ടതും ജോഷി നടന്നു എന്ന് അവന്റെ അടിവേർ നോക്കി ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. കാശിനാഥൻ പിന്നോട്ട് മറിഞ്ഞു വീണുപോയി. എന്റെ മോനെയെന്നും വിളിച്ചു മീനാക്ഷിയമ്മ ഓടി അവന്റെ അടുത്തേക്ക് ചെന്നു. പിന്നാലെ കല്യാണി. ഇരുവരും ഒരു വിധത്തിൽ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് കാശിനാഥനെ കട്ടിലിൽ കയറ്റിയിരുത്തി. ഇതാ മോനെ കാശിനാഥ പണ്ടുള്ളവർ പറയണത്, വയ്യാത്ത പട്ടി കയ്യാലെ കയറാൻ പോവരുതെന്ന്. രാജേഷ് കാശിനാഥനെ നോക്കി പറഞ്ഞു. കാശിനാഥൻ അരിശത്തോടെ കടപ്പല് ഞെരിച്ചു. ഇറങ്ങി പോടാവിടുന്നു. മീനാക്ഷിയമ്മ ദേഷ്യത്തോടെ രാജേഷിനെ നോക്കി പറഞ്ഞു. രാജേഷ് പക്ഷെ യാതൊരു കൂസലുമില്ലാതെ നിൽക്കാണ്. എന്തെല്ലാമോ ആലോചിച്ചുറപ്പിച്ച മട്ടായിരുന്നു അവന്. അതോടെ മീനാക്ഷിയമ്മ മുറിയിലേക്ക് ചെന്ന് അവരുടെ ഫോൺ എടുത്തുകൊണ്ട് വന്നു. നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? മീനാക്ഷിയമ്മ രാജേഷിന്റെ നേർക്ക് നോക്കി ദേഷ്യത്തോട് ചോദിച്ചു. രാജേഷ് അത് കേട്ടൊന്ന് പൊട്ടിച്ചിരിച്ചു. എന്റെ മീനാക്ഷിയമ്മ, നിങ്ങൾ മണ്ടത്തരം കാണിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പോലീസിനെ വിളിച്ച അവരിവിടെ എത്തും മുമ്പ് തന്നെ ഇവളെ മാത്രമല്ല നിങ്ങളുടെ മോനെ ഞാനങ്ങ് തീർക്കും. അത് വേണോ? ഈ പെണ്ണിന് വേണ്ടി സ്വന്തം മോന്റെ ജീവനും കൂടി കളയണോ? രാജേഷിന്റെ ചോദ്യം കേട്ട് മീനാക്ഷിയമ്മ ഒന്ന് പതറി. ഈ ദുഷ്ടന്മാർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. തനിക്ക് കല്യാണിയും കാശിയും ഒരുപോലെ തന്നെയാണ്. താനിപ്പോ പോലീസിനെ വിളിച്ച കാശിയുടെ മാത്രമല്ല അവളുടെ ജീവനും കൂടി അത് ആപത്താവും. എന്റെ പൊടിപ്പാറ ദേവി, എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് പരീക്ഷിക്കണേ? എന്റെ കുഞ്ഞുങ്ങളെ നീ കാത്തോണേ. മീനാക്ഷിയമ്മ മനമുരുകി ആ നിമിഷം പ്രാർത്ഥിച്ചു പോയി. ആളിയോ, ഇനി എന്തിനാ വച്ച് താമസിപ്പിക്കുന്നേ? വേഗം കാര്യം നടത്താൻ നോക്ക്. ആവേശത്തോടെ സ്തുതി പറഞ്ഞു. കാശിനാഥന്റെ അടുത്ത് നിന്നിരുന്ന കല്യാണിയുടെ നേർക്ക് രാജേഷ് നോക്കി. കല്യാണി കാശിനാഥന്റെ തോളിൽ പിടിച്ച് അവനോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ്. രാജേഷ്, മര്യാദക്ക് പോവാൻ നോക്ക്. എന്നും എന്റെ കാലിങ്ങനെ ആയിരിക്കില്ല, അത് നീയൊക്കെ ഓർത്തോ. ഒരു താക്കീത് പോലെ കാശിനാഥൻ പറഞ്ഞു. രാജേഷ് അത് കേട്ട് പുച്ഛത്തോടെ ചിരിച്ചു. ഓ, ഭീഷണിയാണോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് രാജേഷ് കാശിയുടെ അടുത്തേക്ക് ചെന്നു. കല്യാണിയാണെങ്കിൽ ആകെ പേടിച്ചരണ്ട് നിൽക്കുകയാണ്. കാശിനാഥൻ പതിയെ എഴുന്നേൽക്കാൻ നോക്കിയതും രാജേഷ് അവന്റെ നെഞ്ചും കൂടി നോക്കി ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. ആ ചവിട്ടേറ്റ് കാശിനാഥൻ പിന്നോട്ട് കട്ടിലേക്ക് മറിഞ്ഞു വീണു. അതോടെ രാജേഷ് കല്യാണിയെ കടന്നു പിടിച്ചു. അവളുടെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങിയ മീനാക്ഷിയമ്മയെ സ്തുതി പിടിച്ചു നിർത്തി. ജോഷിയും കൂടി കാശിനാഥന്റെ മുറിയിലേക്ക് ചെന്നു. എഴുന്നേൽക്കാൻ തുടങ്ങിയ കാശിനാഥനെ ബലമായി പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവന്റെ കൈകൾ രണ്ടും പിന്നിലേക്കാക്കി ജോഷി അവനെ ഭിത്തിയോട് ചേർത്ത് പിടിച്ചു നിർത്തി. അത് കണ്ടുകൊണ്ട് നിന്ന രാജേഷ് കല്യാണിയെ കട്ടിലേക്ക് പിടിച്ച് തള്ളിയിട്ടു. ഡാ! കാശിനാഥൻ അലറി വിളിച്ചു. ഡാ, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. മീനാക്ഷിയും അതിനിടയിൽ കണ്ണീരോടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ യാതൊരു ദയയും രാജേഷിന്റെ മുഖത്ത് കാണാനില്ലായിരുന്നു. എന്റെ പൊടിപ്പാറ ദേവി, എന്റെ മോള്. മീനാക്ഷിയമ്മയുടെ നെഞ്ചു വിങ്ങി. നിസ്സഹായതയോടെ കല്യാണി കാശിനാഥന്റെ നേർക്കൊന്നു നോക്കി. ദേഷ്യവും സങ്കടവും കൊണ്ട് അവന്റെ മിഴികളും നിറഞ്ഞിരുന്നു. ഒപ്പം ജോഷിയുടെ പിടിവിടുവിക്കാൻ അവൻ ആവുന്നതും ശ്രമിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷിയമ്മയെ സുതി ബലമായി പിടിച്ചു വലിച്ച് അവരുടെ മുറിയിലേക്ക് കയറ്റിയ ശേഷം ആഞ്ഞൊരു തള്ളു വെച്ചു കൊടുത്തു. ആ തള്ളിന്റെ ശക്തിയിൽ ബാലൻസ് തെറ്റിയ മീനാക്ഷിയമ്മ മേശയിൽ ചെന്ന് തലയിടിച്ചു വീണു. അതോടെ അവരുടെ ബോധവും മറന്നു. രാജേഷ് ആവട്ടെ കല്യാണിയെ ബലമായി കട്ടിലിൽ പിടിച്ച് കിടത്തിയിരിക്കുകയാണ്. തന്നെ രക്ഷിക്കാൻ ഇനി ആരെക്കൊണ്ടും ആവില്ലെന്ന സത്യം കല്യാണി ആ നിമിഷം തിരിച്ചറിയുകയായിരുന്നു. രാജേഷ് പുച്ഛം കലർന്നൊരു ചിരിയോടെ കാശിനാഥനെ ഒന്ന് നോക്കിയ ശേഷം കല്യാണിയിലേക്ക് അമരാൻ തുടങ്ങിയതും അവസാന ശ്രമം വന്നോണം സർവശക്തിയും എടുത്ത് കല്യാണി അവൻ ആഞ്ഞു തള്ളി. അപ്രതീക്ഷിതമായ ആ തള്ളലിൽ രാജേഷ് മറുവശത്തേക്ക് വീണുപോയി. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാൻ നിൽക്കാതെ കട്ടിലിൽ നിന്നും ചാടിയിറങ്ങി കല്യാണി ഹാളിലേക്ക് ഓടി. അപ്പോഴാണ് സുതി വാതിലടയ്ക്കാൻ ഒരുങ്ങുന്നത് കണ്ടത്. ഒരൊറ്റ ഓട്ടത്തിന് ചെന്ന് അവനെയും തള്ളിയിട്ടവൾ വാതിൽ കടന്ന് മുറ്റത്തേക്ക് ചാടിയിറങ്ങി. വിടരുതവളെ, പിടിക്ക്! രാജേഷ് ദേഷ്യത്തോടെ അലറി. കേട്ടപാടെ വീണിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് സുതി അവൾക്ക് പിന്നാലെ ഓടി. കാശിനാഥൻ അതിനിടയിൽ ജോഷിയുടെ പിടിപിടിക്കാൻ കുതറി നോക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാർത്തി ഒന്ന് വന്നിരുന്നെങ്കിൽ. കാശിനാഥൻ നിസ്സഹായതയോടെ ചിന്തിച്ചു.
കല്യാണി ആവട്ടെ രക്ഷപ്പെടാനുള്ള വെപ്രാളത്തോടെ റോഡിലേക്ക് ഓടിയിറങ്ങി. പെട്ടെന്നൊരു വൈറ്റ് ഓൾട്ടോ കാർ അവളുടെ തൊട്ടടുത്ത് വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. അത് കണ്ടതും അവൾക്ക് പിന്നാലെ ഓടി വന്ന സുധി ഒന്നറച്ചുകൊണ്ടും ആ മുറ്റത്ത് തന്നെ നിന്നു. കാർ കല്യാണിയെ മുട്ടിയില്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. കല്യാണി ആകെ ഭയന്ന് സ്തംഭിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് കാറിന്റെ ഡോർ തുറന്ന് ഒരാൾ ഇറങ്ങി വന്നു. ഏകദേശം 6 അടിയോളം പൊക്കമുള്ള ഒരൊത്ത ശരീരപ്രകൃതിയുള്ള ഒരാൾ. മുണ്ടും മെറൂൺ കളർ ഷർട്ടുമാണ് വേഷം. കാഴ്ചയിൽ ഏകദേശം ഒരു 10-35 വയസ്സ് തോന്നിക്കും. അയാൾ കല്യാണിയുടെ അടുത്തേക്ക് ചെന്നു. എന്തെങ്കിലും പറ്റിയോടോ? അയാൾ കല്യാണിയെ അടിമുടിയൊന്നും നോക്കിക്കൊണ്ട് ചോദിച്ചു. കല്യാണിക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൊണ്ട പോലും വരണ്ടു പോയ പോലെ. എന്നാലും താനിത് എവിടെ നോക്കിയാ റോഡിലേക്ക് ഇറങ്ങുന്നേ? ഞാൻ ബ്രേക്ക് ഒട്ടിയിട്ട് കിട്ടിയില്ലായിരുന്നെങ്കിലോ? അയാൾ പറഞ്ഞത് കേട്ടതും കല്യാണി പേടിയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. പേടിച്ചരണ്ടതും കരഞ്ഞു കലങ്ങിയതുമായ അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ കാര്യമായ എന്തോ പ്രശ്നം അവൾക്കുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അയാളുടെ നോട്ടം മീനാക്ഷിയമ്മയുടെ വീടിന്റെ മുറ്റത്തേക്ക് നീണ്ടതും അവിടെ നിന്നിരുന്ന സുധി തിരികെ ഓടി വീടിനകത്തേക്ക് കയറി. അപ്പോഴാണ് കാറിന്റെ പിന്നിലെ ഡോർ തുറന്നൊരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിയത്. അവരുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിന് ഒരു 1.5 വയസ്സിനടുത്ത് പ്രായം കാണും. പിന്നാലെ ഒരു കുഞ്ഞു പെൺകുട്ടി കൂടി ഇറങ്ങി വന്നു. 5 വയസ്സിനടുത്ത് പ്രായം കാണും ആ കുട്ടിക്ക്. മാഷേ, ആ കുട്ടിക്ക് വല്ലതും പറ്റിയോ? വെപ്രാളത്തോട് ചോദിച്ചുകൊണ്ട് ആ സ്ത്രീ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. കല്യാണി അവരുടെ മുഖത്തേക്ക് നോക്കി. അവരെ കണ്ടപ്പോൾ ഭയപ്പാടിനിടയിലും അവൾക്ക് ചെറിയൊരാശ്വാസം തോന്നി. ഇല്ല, പക്ഷെ എന്തോ പ്രശ്നമുണ്ടോ, താനൊന്ന് ചോദിച്ചു നോക്കി. അയാൾ പറഞ്ഞതും ആ സ്ത്രീ കല്യാണിയുടെ നേർക്ക് നോക്കി. എന്താ മോളെ, എന്താ പറ്റിയേ? നീ വല്ലാതെ പേടിച്ചു പെട്ടുണ്ടല്ലോ. എന്താന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞു. കല്യാണിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു. പേടിയും കിതപ്പും കാരണം കല്യാണിക്ക് അപ്പോഴും ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നേരമാണ് സുധി ചെന്ന് പറഞ്ഞ വിവരം വെച്ച് രാജേഷും ജോഷിയും കൂടി അവനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവരെന്നെ കല്യാണി പേടിയോടെ ആ സ്ത്രീക്ക് പിന്നിലേക്ക് മാറി. അതോടെ അവർ അവളെ ഉപദ്രവിക്കാൻ വന്നവരാണെന്ന് ആ സ്ത്രീക്കും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കും മനസ്സിലായി. അയാൾ കല്യാണിയുടെ അടുത്തേക്ക് അയാളുടെ വിരൽത്തുമ്പിൽ പിടിച്ചു നിന്നിരുന്ന 5 വയസ്സുകാരിയെ നീക്കി നിർത്തിയ ശേഷം മുന്നോട്ട് അല്പം കയറി നിന്നു. പിന്നെ മുണ്ട് മാടിക്കുത്തി. മാഷേ, കാറിൽ വന്ന സ്ത്രീ വിളിച്ചതും അയാൾ അവരെ നോക്കി ഒരു ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചു. രാജേഷും കൂട്ടുകാരും റോഡിലേക്ക് ഇറങ്ങി. ഏതാടാ ഇവൻ? വെറുതെ നമ്മുടെ കൈക്ക് പണിയുണ്ടാക്കാതെ വണ്ടി എടുത്തോണ്ട് പോവാൻ പറ. അയാൾ കേൾക്കെ രാജേഷ് ജോഷിയോട് പറഞ്ഞു. പക്ഷെ അയാൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അതോടെ സുധി ആദ്യം മുന്നോട്ട് വന്ന് കല്യാണിയുടെ നേർക്ക് ചെല്ലാനൊരുങ്ങി. പിന്നെ കാണുന്നത് നിലത്ത് കിടന്ന് വേദനയോടെ പുളയുന്ന സുധിയെയാണ്. മിന്നൽ വേഗത്തിലായിരുന്നു അയാളുടെ അടിയും ചവിട്ടും. അത് കണ്ട് രാജേഷും ജോഷിയും ഒന്ന് പതറുകയും ചെയ്തു. അയാൾ ഒരു ചിരിയോടെ ഇരുവരെയും നോക്കി. അത് കണ്ടതും ദേഷ്യത്തോടെ ജോഷിയും രാജേഷും അയാളുടെ നേർക്ക് തല്ലാനായി അലറിക്കൊണ്ട് പാഞ്ഞു വന്നു. തുടരും.